ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി മറ്റ് കെമിക്കലുകളൊന്നും ഇല്ലാത്ത നല്ലൊരു അടിപൊളി നല്ല ഗുണവും നല്ല മണവുമുള്ള നല്ലൊരു അടിപൊളി സാമ്പാർ പൊടീൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നതിൻ്റെ മുന്നേ എല്ലാവരും ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് എൻ്റെ വീഡിയോ കാണണേ. അതുപോലെ തന്നെ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. എൻ്റെ ചാനൽ 1K സബ്സ്ക്രൈബ് ആയിട്ടുണ്ട്. അതുപോലെ വീണ്ടും നിങ്ങളുടെ എല്ലാ സഹകരണവും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം എങ്ങനെ ഇത് ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു 100 ഗ്രാം മല്ലി ഉണ്ടാവും, 50 ഗ്രാം മുളകും. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇത് സെപ്പറേറ്റ് വറുത്തെടുക്കണം. 1 സ്പൂണ് ഉലുവ, ഒരു 1/2 സ്പൂണും കൂടെ ഉലുവ എടുത്തിട്ടുണ്ട്. 1 സ്പൂണ് ഉഴുന്ന് പരിപ്പ്, 1 സ്പൂണ് ചെറിയ പരിപ്പ്, ചെറുപയറും പരിപ്പ് ഒരു ചെറിയൊരു സ്പൂണ്, 1 സ്പൂണ് കടലപ്പരിപ്പ്, 1 സ്പൂണ് അരി, മട്ടരിയോ പച്ചരിയോ ചാക്കരിയോ എന്തരി ആയാലും കുഴപ്പമില്ല. അതിൻ്റെ ഒരരി 1 സ്പൂണ്, 1 സ്പൂണ് ചെറിയ ജീരകം, 1 പിടി കറിവേപ്പിൻ്റെ ഇല, ഒരു 10 മണി കുരുമുളക്. പിന്നെ നമുക്ക് വേണ്ടിയത് കായമാണ്. കായത്തിൻ്റെ പൊടി ആയതുകൊണ്ട് ഇതെല്ലാം നല്ലോണം ഒന്ന് വറുത്ത് വന്നതിന് ശേഷം നല്ലോണം ചൂടായതിന് ശേഷം കായപ്പൊടി ചേർക്കാം. ആദ്യം ഇതൊന്ന് വറുത്തെടുക്കാം. നല്ലോണം ഒന്ന് മൂത്ത് വരണം. അതുവരെ കരിഞ്ഞു പോവാതെ വറുത്തെടുക്കണം. ഇളക്കിക്കൊണ്ടേ നിൽക്കണം. എല്ലാം നല്ലോണം മൂത്ത് പൊടിക്കാനുള്ള പരുവത്തിലായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂണ് കായപ്പൊടിയും കൂടെ ചേർക്കാം. കട്ടിക്കായാണ് ഏറ്റവും നല്ലത്. എൻ്റെ കയ്യിൽ പൊടിയുള്ളത് കൊണ്ട് പൊടി ലാസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ പൊടി ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് ചൂടാക്കിയെടുക്കാം. കായത്തിൻ്റെയും ചെറിയ ജീരകവും കറിവേപ്പിൻ്റെ ഇലയും ഉലുവയെല്ലാം കൂടി നല്ലൊരു സ്മെല്ല് ഇപ്പം തന്നെ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ പാത്രം ഇറക്കി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് മുളകും മല്ലിയും കൂടെ ഒന്ന് വറുത്തെടുക്കാം. ഇത് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നല്ലോണം കഴുകി ഉണക്കി വെച്ച മല്ലിയാണ്. ഇതൊന്ന് നല്ലോണം വറുത്തെടുക്കാം. മല്ലി ഇങ്ങനെ പൊടിച്ചാൽ പൊടിയുന്ന വിധത്തിൽ ആകുന്നവരെ വറുത്തെടുക്കണം. 100 ഗ്രാം മല്ലിയാണ് എടുത്തത്. 100 ഗ്രാം മല്ലിക്ക് 50 ഗ്രാം മുളകാണ് എടുത്തത്. ബാക്കിയെല്ലാം സ്പൂണിലാണ് അളവെടുത്തത്. മല്ലിയാണ് അധികം വേണ്ടിയത്. മല്ലീൻ്റെ നേർപകുതി മുളകും, ബാക്കിയെല്ലാം സ്പൂണിലാണ് അളവെടുത്തത്. മല്ലി നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. പൊടിക്കേണ്ട വിധത്തിലൊക്കെ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ആദ്യം വറുത്ത് വെച്ച ആ പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ഇനി മുളക് ചൂടാക്കിയെടുക്കാം. മുളകിൻ്റെ നെറ്റിയൊന്നും കളയേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ ചൂടാക്കിയെടുക്കാം. 50 ഗ്രാം മുളകുണ്ടാവും. അത് നല്ലോണം ഒന്ന് ചൂടാക്കിയെടുക്കാം. കഴുകി ഉണക്കി വെച്ച മുളകാണ്. മുളകും നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. അത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എല്ലാം കൂടെ ഒരുമിച്ചൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കും. നന്നായി ചൂട് തന്നതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നല്ലോണം നൈസായി പൊടിച്ചെടുക്കാം. നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം, ഒരു കളറിന് വേണ്ടിയിട്ട്. എന്നിട്ടൊന്നും കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം. മറ്റ് മായങ്ങളൊന്നും ഇല്ലാതെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സാമ്പാർ പൊടീൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇതുപോലെ നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന സാമ്പാർ പൊടിക്ക് നല്ല മണം ഉണ്ടാവും, നല്ല ഗുണവും ഉണ്ടാവും. അതുകൊണ്ട് എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. അതുപോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോ കാണണേ. അപ്പം വീണ്ടും ഇതുപോലെ തട്ടിക്കൂട്ട് വീഡിയോയുമായി എത്താം.
അതുവരേക്കും എല്ലാവരോടും ബായ്.